ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഷാലോസ് വ്ളോഗ്സ്. അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ എന്ന് പറയുന്നത് നോമ്പ് 16ഉം 17ഉം കൂടിയിട്ട് മിക്സ് ആക്കിയിട്ട് ഉള്ളൊരു കണ്ടൻറ്റ്, കുറച്ചായിട്ട് കണ്ടൻറ്റ് പ്രിപ്പയർ ആക്കിയിട്ടുള്ളൊരു വീഡിയോ ആണ്. സോ 2 ദിവസത്തെ ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിൽ പോകാം. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നുള്ളത് മുത്താറി ഉണ്ടാക്കുന്നതാണ് ഉമ്മ. അതുപോലെ തന്നെ ഇതെന്ത് അടക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്ക് നോമ്പിനെ അടച്ചിടാറുണ്ടോ എങ്ങനെയാണെന്ന് കമൻറ്റ് ചെയ്യാം. സോ നമ്മളിന്ന് അടച്ചിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അടൻ്റെ പണ്ടത്തിൽ അമ്മ ഇതില്ലേ സേമിയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. നല്ല ഒരു വേറെ തന്നെ ടേസ്റ്റ് ആയിരിക്കും. സോ അങ്ങനെ കുറച്ച് ബെല്ലം കൂടുതലായി. അപ്പോൾ നമ്മൾ സേമിയനെ അതിലിട്ട് വേപ്പിച്ചിട്ട് പിന്നെ നമ്മൾ കോഴിക്കറി വെക്കാൻ വേണ്ടിയിട്ട് മുളകൊക്കെ ഇതാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് നമ്മൾ ഇല എടുക്കാൻ പോയിട്ടില്ല, അതുകൊണ്ട് ഫുൾ പൊട്ടിച്ചൊക്കെ ആയിരുന്നു അട വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മൾ കോഴിയപ്പം പെട്ടെന്ന് ചുടാൻ വേണ്ടിയിട്ട് പ്ലാൻ ആക്കിയതാണ്. അങ്ങനെ കോഴിയപ്പത്തിന് വെള്ളമൊക്കെ വെച്ച് പിന്നെ നമ്മൾ കോഴിയൊക്കെ കഴുകിയെടുത്ത് അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ ഇട്ടിട്ട് കോഴി വേവിപ്പിച്ച് ഇതങ്ങനെ നമ്മൾ ഇനി മാവിലോട്ടേക്ക് ഒഴിക്കും. അങ്ങനെ അതൊക്കെ ചടപടി സെറ്റായി. ഈ നോമ്പെടുക്കാൻ സമയത്തെന്ന് വെച്ചാൽ ഭയങ്കര തിരക്കല്ലേ, അങ്ങനെയൊന്നും ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ നമ്മൾ അടയൊക്കെ തീമ വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ അപ്പമൊക്കെ ചുട്ടുകൊണ്ട് നിൽക്കുന്നുണ്ട്, ജ്യൂസ് അടിക്കുന്നുണ്ട്. ബത്തൊക്കെ ജ്യൂസ് ആണെന്നിട്ട് നമ്മൾ അധിക ദിവസവും ആക്കാറ്, അതാണ് ഒന്നും കൂടി റീഫ്രഷ് ആയിട്ട് തോന്നുന്നത്. അങ്ങനെ നമ്മൾ പിന്നെ നോമ്പുറക്കാനൊക്കെ ഇരുന്ന് ബത്തൊക്കെ ജ്യൂസും ഇതുപോലെ തന്നെ ബത്തയ്ക്കും അപ്പവും അങ്ങനെ സിമ്പിളായിട്ട് തന്നെയാണ് നോമ്പ് തരാൻ. പക്ഷേ ഇതന്നെ മതി, അൽഹംദുലില്ലാ റാഹത്തായിട്ട് നോമ്പ് പറഞ്ഞ്. സോ അങ്ങനെ നമ്മൾ 16ാമത്തെ നോമ്പ് ഇങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് കഴിഞ്ഞിട്ടുണ്ട് സക്സസ്ഫുള്ളി. അങ്ങനെ നമ്മൾ അപ്പമൊക്കെ തിന്ന്. സോ പിന്നെ നമ്മൾ കടലപ്പൊടി ഇടാത്തതുകൊണ്ട് അപ്പത്തിന് വേറൊരു ടേസ്റ്റാണ് വന്നത്. കടലപ്പൊടി വേണം കേട്ടോ അതിന് കോഴിയപ്പത്തിന്. സോ അങ്ങനെയൊക്കെയാണ് സംഭവങ്ങൾ. പിന്നെ നമ്മൾ ബത്തക്കൊക്കെ തിന്നു. നോമ്പെറുക്കുമ്പോൾ ബത്തക്കൊക്കെ ഒരു ഭയങ്കര റീഫ്രഷ്മെൻ്റ് ആണല്ലോ. അങ്ങനെ പിന്നെ നമ്മൾ നൈറ്റിലേക്ക് കടന്ന് നൈറ്റ് നമുക്ക് ഫുഡ് ഉണ്ടായിരുന്നത് നമ്മൾ ചോറും അതുപോലെ തന്നെ ബീട്രൂട്ട് വറവും പിന്നെ ചെറുപയർ കറി ഇന്നലത്തെ ഉണ്ടായിരുന്നു കേട്ടോ, അത്താഴത്തിനായിട്ട് വെച്ചത്. പിന്നെ കോഴിക്കറിയും സാലഡും ആണ് കേട്ടോ. നല്ല അടിപൊളി കോമ്പിനേഷനായിരുന്നു. സോ നല്ല അടിപൊളി ഡിന്നറായിരുന്നു. കുറേ ദിവസത്തിന് ശേഷം ഇങ്ങനെ ഒരു ലഞ്ച് പോലെ കഴിക്കുന്ന, പക്ഷേ ലഞ്ചല്ല ഡിന്നറാണ്. അങ്ങനെ നല്ല അടിപൊളി ഡിന്നർ സെറ്റായി. പിന്നെ നമ്മൾ കാണിക്കുന്നുള്ളത് റമദാൻ 17 ഷൂട്ട് ചെയ്തിട്ടുള്ള വ്ളോഗാണ് കേട്ടോ. അപ്പോൾ ഇന്നലെ ഞാൻ പറഞ്ഞില്ലേ ഇത് എന്താ പറയുന്നത് മറ്റേ കോഴിയപ്പത്തിൻ്റെ മാവ് ബാക്കി ഉണ്ടായിരുന്നു. അപ്പോൾ അതിലേക്ക് കടലപ്പൊടി ഇട്ടിട്ട് നമ്മളിന്ന് റെഡിയാക്കി എടുത്ത്. പിന്നെ അതുപോലെ തന്നെ കോഴിക്കടുമ്പാണ് ഉണ്ടാക്കുന്നത്. കോഴിക്കറിയിലേക്ക് നമ്മൾ കടുമ്പ് ഉണ്ടാക്കിയിട്ടിട്ടു. അങ്ങനെ പുറത്തൊക്കെ നല്ലൊരു എന്താ പറയുന്നത് തണലോലേക്ക് വന്നു. സോ ബാങ്ക് കൊടുക്കാനായി. അങ്ങനെ നമ്മൾ ടേബിളൊക്കെ സെറ്റാക്കി. ഇന്ന് നമ്മൾ സ്പെഷ്യലായിട്ടൊരു ഐറ്റം ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൻ്റെ ഷോർട്ട് വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. സോ എല്ലാവരും കയറി കാണാം. നമ്മൾ എന്തോന്ന് പറയുന്നത് കായ്പോള എന്നിട്ട് അതിന് പറയുന്നത്. അങ്ങനെ അതുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. നല്ല അടിപൊളി ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അത് നമ്മൾ ഉണ്ടാക്കിയ പണ്ടത്തിൽ തന്നെ ഉണ്ടാക്കിയതായിരുന്നു. ഇന്നലത്തെ യെസ്റ്റർഡേ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്ന ഇതില്ലേ അടൻ്റെ പണ്ടത്തിലായിരുന്നു ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമ്മൾ ബാങ്കൊക്കെ വിളിച്ച് എന്താ പറയുന്നത് ബത്തക്ക ജ്യൂസും കുടിച്ച് നോമ്പൊക്കെ തുറന്ന് അങ്ങനെ പിന്നെ എല്ലാവരും എണിച്ച് നോമ്പൊക്കെ തുറന്നിട്ട് ഏകദേശം എല്ലാവരും സൈഡായി. സോ പിന്നെ നമ്മളോട് തിന്നിട്ട് തോണ്ടിക്കൊണ്ടിരിക്കുന്നതാണ് അത്. അങ്ങനെ ബത്തക്കൊക്കെ തിന്ന് പിന്നെ നമ്മളെ കായ്പോളയിൽ അതൊക്കെ കഴിച്ച് അങ്ങനെ ഏകദേശം വയറൊക്കെ ഫുള്ളായി ഗൈസ്, ഒന്നും പറയാനില്ല. പിന്നെ നമ്മൾ നേരെ നിസ്കരിക്കാനൊക്കെ പോവും. അത് കഴിഞ്ഞിട്ട് കുറച്ച് സമയം ഇവിടെ ഇരിക്കും കേട്ടോ. എന്നിട്ട് ഒന്നൊരു സമാധാനമായിട്ട് ഉള്ളെടുത്തിട്ട് നിസ്കരിക്കാൻ പോവും. പിന്നെ നമ്മൾ ഓതും. പിന്നെ ഇങ്ങനെ ഇരുന്ന് സംസാരം ഇങ്ങനെയൊക്കെ ആയിരിക്കും. പിന്നെ എനിക്കിപ്പം എക്സാമൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഗൈസ് സ്കൂളിലും. അങ്ങനെ അതിൻ്റെ പരിപാടിയൊക്കെ നോക്കും നിസ്കരിച്ച് കഴിഞ്ഞിട്ട്. നമുക്ക് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇടുന്നില്ല, ഇടയ്ക്കിടയ്ക്കാണ് കേട്ടോ ഞാൻ വ്ളോഗ് ഇടുന്നത്. സോ ഞാനധികം ഷോർട്സാണ് ഇടുന്നുള്ളത്. സോ അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വ്ളോഗ്. ഞാനൊന്നും ഷൂട്ട് ചെയ്തിട്ടൊന്നുമില്ല. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത റമദാൻ വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ടാറ്റാ.